ഹലോ. ഹയർ സെക്കൻഡറി +1 അഡ്മിഷൻ 2024 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ സ്വയം തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ബട്ടൺ, ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ 10 അക്ക അപ്ലിക്കേഷൻ നമ്പർ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ പാസ്വേഡ്, നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡ്, ഉണ്ടാക്കിയ പാസ്വേഡ് തെറ്റാതെ എൻ്റർ ചെയ്ത് ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് എവിടെയാണ് സ്കൂൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയാണ് സ്കൂൾ ലഭ്യമായത് എന്ന് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഈ അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഒരു സ്കൂളിലും പ്രവേശനം നേടാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഈ വരുന്ന ജൂൺ 5-ാം തീയതി പ്രസിദ്ധീകരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ മുമ്പുള്ള ഒരു സാധ്യത അലോട്ട്മെൻറ്റ് മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അഥവാ ഈ അലോട്ട്മെൻറ്റ് പ്രകാരം ഒരു വിദ്യാർത്ഥിയും ഒരു സ്കൂളിലും ഒരു കോമ്പിനേഷൻ കോഴ്സിനും വിദ്യാർത്ഥികൾ നേരിട്ട് പ്രവേശനം നേടേണ്ടതില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കൃത്യമായിട്ട് ഇവിടെ വായിക്കാവുന്നതാണ്. ഈ നിർദ്ദേശം കൃത്യമായി നോക്കി വേണം ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ നേരത്തെ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെങ്കിൽ ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് നടത്താവുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്ന സമയത്ത് നൽകിയ വിവരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാറ്റാവുന്നതാണ്. സ്കൂൾ ഓപ്ഷനുകൾ, മറ്റ് ബേസിക് ഡീറ്റെയിൽസുകൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അത് മാറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കൂൾ ഓപ്ഷനുകൾ, നിലവിൽ കൊടുത്ത സ്കൂൾ ഓപ്ഷനുകൾ മുഴുവനായി മാറ്റി വേണമെങ്കിൽ പുതിയ ഓപ്ഷനുകൾ, പുതിയ സ്കൂളുകൾ, പുതിയ കോഴ്സ് കോമ്പിനേഷനുകൾ ആഡ് ചെയ്യാനുള്ള അവസരവും ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. ആയതുകൊണ്ട് ഈ വരുന്ന 31-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിലായി എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെങ്കിൽ എഡിറ്റ് ബട്ടണിലേക്ക് പോയി അവിടെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ലിങ്ക് പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി അവസാനം ഫൈനൽ കൺഫർമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥി ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ അവരെ പരിഗണിക്കുന്നതല്ല. ആയതുകൊണ്ട് എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ കാണാവുന്നതാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തി ഫൈനൽ കൺഫർമേഷൻ നടത്തണമെന്ന് അറിയിക്കുന്നു. എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ എഡിറ്റ് ബട്ടണിലൂടെ പോവേണ്ടത്. ഒരു മാറ്റവും വരുത്തേണ്ട എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ അവസരം പരമാവധി എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണം. എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ആയതുകൊണ്ട് ഹയർ സെക്കൻഡറി +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ നേരത്തെ അപേക്ഷയിൽ നൽകിയ വിവരങ്ങൾ പരിശോധിക്കാൻ പറ്റിയ ഏറ്റവും അവസാന അവസരമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ മറ്റൊരവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുള്ള ഒരവസരം ഇനി ഉണ്ടായിരിക്കുന്നതല്ല. ആയതുകൊണ്ട് വിവരങ്ങൾ മാറ്റാനോ തിരുത്താനോ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇത്. തെറ്റായ അപേക്ഷകൾ ഒരു കാരണവശാലും അഡ്മിഷന് സ്വീകരിക്കുന്നതല്ല. ആയതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഈ വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിലായി എല്ലാ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ പരിശോധിച്ച് മാറ്റത്തിരുത്തലുകൾ നടത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.